ഇനി നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. MABB CPIM ജനറൽ സെക്രട്ടറി PB തീരുമാനത്തിന് കേന്ദ്ര കമ്മിറ്റിയുടെ അംഗീകാരം. EMSന് ശേഷം കേരള ഘടകത്തിൽ നിന്നുള്ള ആദ്യ ജനറൽ സെക്രട്ടറി. ബിജു കൃഷ്ണനും അരുൺ കുമാറും PBയിൽ. മുഖ്യമന്ത്രി പിണറായി വിജയന് PBയിൽ ഇളവ്. പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട് തുടങ്ങിയവർ പ്രത്യേക ക്ഷണിതാക്കളായി തുടരും. TP രാമകൃഷ്ണൻ, പുത്തലത്ത് ദിനേശൻ, KS സലീഖ എന്നിവർ CPIM കേന്ദ്ര കമ്മിറ്റിയിൽ. ജോൺ ബ്രിട്ടാസ് സ്ഥിരം ക്ഷണിതാവ്. 84 അംഗ കമ്മിറ്റിയിൽ 30 പുതുമുഖങ്ങൾ. കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മത്സരിച്ച മഹാരാഷ്ട്രയിൽ നിന്നുള്ള പ്രതിനിധി DL കരാഡ് 31 വോട്ടിന് തോറ്റു. CCയിലേക്ക് വോട്ടെടുപ്പ് അസാധാരണം. മലപ്പുറം വിരുദ്ധ പ്രസ്താവനയിൽ വിശദീകരണവുമായി വെള്ളാപ്പള്ളി നടേശൻ. പ്രസംഗത്തിലെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കുന്നു. താൻ മുസ്ലിം വിരോധിയല്ല, പറഞ്ഞത് മലപ്പുറത്തെ ഇതര സമുദായങ്ങളുടെ പിന്നാക്കാവസ്ഥ. ലീഗ് തന്നെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്നും വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളിയുടേത് വൃത്തികെട്ട നിലവാരം കുറഞ്ഞ പ്രസ്താവനയെന്ന് PK കുഞ്ഞാലിക്കുട്ടി. പ്രസ്താവന ഏത് സാഹചര്യത്തിലെന്ന് അറിയില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ. വെള്ളാപ്പള്ളി പറഞ്ഞതിൽ എന്താണ് തെറ്റെന്ന് KS സുരേന്ദ്രൻ. മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിലെ പ്രസവത്തിനിടെ യുവതി മരിച്ചത് പെരുമ്പാവൂർ സ്വദേശി അസ്മ. പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോയ മൃതദേഹം കസ്റ്റഡിയിലെടുത്ത് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഭർത്താവ് സിറാജുദ്ദീനെതിരെ ആരോപണവുമായി അസ്മയുടെ കുടുംബം. അമിത രക്തസ്രാവമുണ്ടായിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോയില്ലെന്ന് ആരോപണം. സിറാജുദ്ദീനെതിരെ കേസെടുത്ത് പോലീസ്. പൃഥ്വിരാജിന് പിന്നാലെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനും ആദായ നികുതി വകുപ്പ് നോട്ടീസ്. ലൂസിഫർ, മരക്കാർ സിനിമകളുടെ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത തേടി. എമ്പുരാൻ വിവാദവുമായി ബന്ധമില്ലെന്ന് ആദായ നികുതി വകുപ്പ്. മുൻപ് നടന്ന റെയ്ഡിന്റെ തുടർ നടപടിയെന്നും വിശദീകരണം. ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ നടപടിയുമായി വനം വകുപ്പ്. പ്രസിഡന്റിന്റെ വൈൽഡ് ലൈഫ് വാർഡൻ ഓണററി പദവി എടുത്തുമാറ്റി. നടപടി നാട്ടിലിറങ്ങുന്ന വന്യജീവികളെ വെടിവെച്ച് കൊല്ലുമെന്ന പഞ്ചായത്തിന്റെ നിലപാട്. ചക്കിട്ടപ്പാറ പഞ്ചായത്ത് നിയമത്തെ വെല്ലുവിളിക്കുകയാണ് ചെയ്തതെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. സെക്രട്ടേറിയറ്റ് നടയിൽ ആശാവർക്കർമാരുടെ നിരാഹാര സമരം 17-ാം ദിവസം. അനിശ്ചിതകാല രാപ്പകൽ സമരം 56-ാം ദിവസം. ആരോഗ്യമന്ത്രി വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന ആവശ്യവുമായി സമരസമിതി മുന്നോട്ട് വെച്ച തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ അവ്യക്തത തുടരുന്നു. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് ഗുജറാത്തും ഹൈദരാബാദും നേർക്കുനേർ. മത്സരം 7:30 ഹൈദരാബാദ് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ. 3 മത്സരങ്ങൾ തോറ്റ ഹൈദരാബാദിന് മത്സരം നിർണായകം. തുടർച്ചയായ 3ാം ജയം ലക്ഷ്യമിട്ട് ഗുജറാത്ത്.